കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് താഴെയുള്ള സമീപത്തെ പ്രദേശവാസികൾ ജനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതായത് ചെളിയും മണ്ണും വെള്ളവും ഒക്കെ നിറഞ്ഞ കാഴ്ചയാണിത്. ഇത് ആ കുന്നിൽ നിന്ന് മഴ പെയ്യുമ്പോൾ, ശക്തിയായി മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് മണ്ണ് വലിയ രീതിയിൽ പല വഴി ഒലിച്ചിറങ്ങി റോഡിലേക്ക് പതിച്ച് വീടിൻ്റെ പരിസരങ്ങളിലേക്ക് എത്തുന്ന ചെളിയാണ് നമ്മൾ കാണുന്നത്. ഇതിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മഴ ശക്തിയായി പെയ്യുമ്പോൾ ഇവിടെ വെള്ളം വലിയ രീതിയിൽ ചെളിവെള്ളം നിറയുകയും ചെയ്യും. വീടിൻ്റെ മുറ്റത്തേക്കടക്കം, വീടിൻ്റെ അകത്തേക്കടക്കം ഈ ചെളിവെള്ളം എത്തുന്നു. കുന്നിടിച്ച് ദേശീയപാത നിർമ്മിച്ചത് കൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണുകൾ താഴെ ഭാഗത്തേക്ക് കൂർന്നിറങ്ങുന്നു, റോഡിലേക്ക് പതിക്കുന്നു. റോഡിൽ ആ രീതിയിൽ ചെളിവെള്ളം എത്തുന്നു. അത് ശക്തിയായി മഴ പെയ്യുന്ന സമയത്ത് ചെളിയും മണ്ണും കൂടെ പല വഴി ഒലിച്ചിറങ്ങി റോഡിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളാണല്ലേ? എന്താ ഈ മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ? ഉമ്മയും ഭാര്യൻ്റെ അനിയത്തിലും താമസിക്കുന്ന സ്ഥലമാണ്. അന്ന് ഫസ്റ്റിലത്തെ മഴ വന്നപാടെ തന്നെ മഴ കണ്ടപാട് അവരെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിരുന്നു, എൻ്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴൊക്കെ തന്നെ വെള്ളം കംപ്ലീറ്റ് ഒലിച്ച് വന്ന് പിന്നെ ഫുൾ വെള്ളമായിരുന്നു. അതായത് നമ്മൾ മുട്ടിൻ്റെ അടുത്തും വരെ വെള്ളമായിരുന്നു. വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോയതിന് ശേഷം ഇല്ല അവസ്ഥയാണിത്. ഇതിപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 6 ലോഡോളം മണ്ണ് ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി ഓൾറെഡി. എന്നിട്ടും ഇതാണ് അവസ്ഥ. പിന്നെ പിറ്റേന്ന് രാത്രി ആദ്യം മഴ വന്നതിന് ശേഷം ഇതന്നെ അവസ്ഥ. വെള്ളം അങ്ങനെ അടിച്ചു കയറുന്നു, പിന്നെ അങ്ങനെ ചളി വന്ന് കിടക്കുന്നു. ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഈ റോഡിൻ്റെ പണി തുടങ്ങിയ ശേഷം കഴിഞ്ഞ പ്രാവശ്യം ചെറുങ്ങനെ വന്നതിന് തന്നെ അവരോട് പറഞ്ഞിരുന്നു, ഈ സംഭവം നമ്മുടെ പരിസര പ്രദേശങ്ങളിലേക്ക് വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. അവർ ഇതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടില്ല. റോഡ് പണി വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം കയറിയിട്ട് ഞാൻ താമസം മാറിയതാണ്. എൻ്റെ വീട് തൊട്ടപ്പുറം വീട്ടിന്. എന്നിട്ട് അവിടെ ഞാൻ എന്തെങ്കിലും പണിയെടുത്തിട്ട് പ്രാവശ്യം ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടും അവർ ഒന്നും ചെയ്തു തന്നിട്ടില്ല. വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം കുട്ടികളും സ്ത്രീകളും ഒക്കെ കഴിയുന്ന വീടുകളാണ്. ആ രീതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ആശങ്കയുണ്ട്. ചളിയും മണ്ണും അടിച്ചങ്ങ് വരുന്നതിന് മേലെ കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ടുണ്ടായിട്ട് പറഞ്ഞിട്ടിതായി. പക്ഷെ ഇപ്രാവശ്യം ഇതുവരെ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരാൾ ഈ സ്ഥലത്തേക്കൂടെ നടന്നു പോയിട്ടില്ല, നടക്കാൻ പറ്റുന്നില്ല. ചളിയിൽ മുട്ടിൻ്റെ അവിടം വരെ ചളിയാണ്. 6 ലോഡ് മണ്ണ് കൊണ്ടുപോയി. 5 മിനിറ്റേ മഴ പെയ്യണ്ടു. ഇവിടെയൊക്കെ ഫുള്ള് ചളിയും വെള്ളവും അടിച്ചങ്ങ് കയറി. വീട്ടിൽ മൊത്തം ഉണ്ടായി. അതെല്ലാം ക്ലീനാക്കി സാധനങ്ങളെല്ലാം മേലേക്ക് കയറ്റി. പിന്നെ നമ്മളെ വലിയ പിള്ളേർ ഇവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇതേ അവസ്ഥയിൽ നമുക്ക് ഇനി ഇവിടുന്ന് നിൽക്കാൻ കഴിയില്ല. എല്ലാവരും ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ശരിയാണ്. അവരെല്ലാം പറയുന്ന വാക്കുകളിൽ അവരുടെ വേദനയുണ്ട്. ഈ വീട്ടുകാർക്കെല്ലാം ഉള്ള ആശങ്ക പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്തടക്കം ഇടപെട്ട് ചെയ്യുകയും വേണം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.